മറ്റേ ഇടിവള വെച്ചിട്ടാണ് ഡോട്ട് പോലെ പ്ലാസ്റ്റിക് സർജറി വരെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അതില്ല. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പോലും ഇല്ല. ഈ പോലീസുകാരടക്കം മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത് ഈ സംഭവം നടന്നിട്ട്. എൻ്റെ മോൻ്റെ കേസ് പോട്ടെ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനുണ്ട്, സുനിൽ കുമാറിൻ്റെ മകൻ, അവന് ഇപ്പോഴും കോമയാണ്. ഇങ്ങനെയാണോ നമ്മുടെ രാജ്യം? ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പിതാവെന്നുള്ള നിലയിൽ അവനെ ആദ്യം ഞാൻ പിടിക്കും. ഇനിയൊരു കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമസ്കാരം. എറണാകുളം കാക്കനാട് NGO കോട്ടേഴ്സിന് സമീപം 3 യുവാക്കളെ ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ച വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. ആ പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്നാണ് പ്രതികളെ പിടികൂടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ നേതാവിൻ്റെ സഹായികളാണ് ഇവരെന്നാണ് പോലീസ് പറയുന്നത്. കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി വിബീഷ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ മർദ്ദനത്തിൽ പരിക്കേറ്റിരിക്കുന്നത് വാഴക്കാല സ്വദേശിയായ മുഹമ്മദ് ഷാഫി, 24 വയസ്സാണ്. പ്രവീൺ കുമാർ, നിസാം എന്നിവർക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. ഇതിൽ പ്രവീൺ കുമാറിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തലയിലുള്ള ഞരമ്പുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് ഷാഫി എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയാണ്. നിസാമിനെ പ്ലാസ്റ്റിക് സർജറിക്കായി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോസ്പിറ്റലിലേക്ക്, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം മുഹമ്മദ് ഷാഫിയുടെ പിതാവ് സിദ്ദിഖ് ചേരുന്നുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് വ്യക്തമായി പറയും. മകനെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അവൻ്റെ താടിയിൽ 3 പൊട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഇടിച്ചത് മറ്റേ ഇടിവള വെച്ചിട്ടാണ്. ഡോട്ട് പോലെ സംഭവം വന്നിട്ടുണ്ട്. അതിൽ പ്ലാസ്റ്റിക് സർജറി വരെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അതില്ല. പക്ഷെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു 10 രൂപയുടെ ഓപ്പറേഷൻ ഉണ്ട്. നമ്മളത് എങ്ങനെയും ഒപ്പിച്ച് ചെയ്യും. പക്ഷെ ഇവനെപ്പോലത്തെ ക്രിമിനലാണ്. ഇനിയൊരു കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഈ പോലീസുകാരടക്കം മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത് ഈ സംഭവം നടന്നിട്ട്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പോലും ഇല്ല. ഇവർ വിളിച്ചിട്ട് ആരും വന്നിട്ടുണ്ടായില്ല. വന്നിരുന്നെങ്കിൽ ഇത്രയും പരിക്കുകൾ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ അവരെ കുറ്റം പറയുന്നതല്ല, ചിലപ്പോൾ അവരുടെ തിരക്ക് കൊണ്ട് എന്തെങ്കിലും ആയിരിക്കാം. എൻ്റെ മോൻ്റെ കേസ് പോട്ടെ, അത് ഓക്കെ. പക്ഷെ വേറെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനുണ്ട്, സുനിൽ കുമാറിൻ്റെ മകൻ, അച്ചു എന്നാണ് അവനെ വിളിക്കണം. അവൻ്റെ പേര് പ്രവീൺ എന്നാണ്. അവന് ഇപ്പോഴും കോമയാണ്. കോമയെന്ന് വെച്ചാൽ അവൻ്റെ നരമ്പ് 2 പൊട്ടിപ്പോയി തലയിൽ മറ്റേ. അപ്പോൾ ഇവർ എന്ത് ഇടിച്ചേക്കണം? ഇവർ ഗുസ്തിക്കാരാണ്. അടുത്ത ഒരു പിള്ള നിസാം, അവനെ ഇന്ന് കൊണ്ടുപോയേക്കണ് പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി. അത് ഇന്ന് 7 മണി പറഞ്ഞു, ഇപ്പോൾ 1:30 ആക്കിയാണ്. സ്പെഷ്യലിസ്റ്റിലാണ് അത് കൊണ്ടുപോയേക്കണ്. ഇങ്ങനെയാണോ നമ്മുടെ രാജ്യം? ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതിനെന്താ നടപടിക്രമങ്ങൾ? ഇപ്പോഴും ഇവർ ഇറക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പിതാവെന്നുള്ള നിലയിൽ അവനെ ആദ്യം ഞാൻ പിടിക്കും. അവനെന്ത് കുസ്തി ആയാലും കുഴപ്പമില്ല എനിക്ക്. കാരണം ഒരു പിതാവിൻ്റെ തീരാ വേദനയാണ്. ഒരു മക്കളെ ചവിട്ടി കൂട്ടണ കാണുന്ന വീഡിയോ, നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്ക്. ഒരടിക്ക് താഴെ വീണേക്കാണ്. ആ വീണെങ്കിൽ ഓക്കെ, കഴിഞ്ഞു. പിന്നെ ചവിട്ടിക്കൂട്ടാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിയമപാലകരെവിടെ? അവർ വിളിച്ചില്ലേ? അവർ വന്നോ? ഇപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ലേ? എന്താ ആക്ഷൻ? മകൻ എന്താ പറഞ്ഞത് ഈ സംഭവത്തെ പറ്റി? മകൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവനും സുഹൃത്തുക്കളായിട്ട് അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ മാരേജ് ഫങ്ഷനായിട്ട് പോയി. അത് ചെമ്പൂക്കിലായിരുന്നു. ചെമ്പൂക്കിൽ പോയിട്ട് അവിടുത്തെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ഈ മണവാളിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എഞ്ചുകുടിസ്, അതായത് കുന്നുംപുറത്തെ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്ത് വന്നു. ഇവർ അവരെ കൊണ്ടുപോയിട്ട് ഹാജരാക്കിയിട്ട് നേരെ എഞ്ചുകുടിസിൽ വന്നു. അവിടെ ഒരു ബർക്കത്ത് എന്ന് പറഞ്ഞ ഒരു ചായക്കട ഉണ്ടായി. ആ ചായക്കടയിൽ നിന്ന് ഇവർ 5 പേരാണ് വന്നത്. ഈ 5 പേര് ചായ കുടിച്ചിട്ട് 2 പേര് പോയി. എൻ്റെ മകനും ഈ സുനിൽ കുമാറിൻ്റെ മകനും മറ്റേ നിസാം എന്ന് പറഞ്ഞ പയ്യനും
ഇവർ ചായ പിടിച്ചിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഈ പറഞ്ഞ ഗുണ്ടകൾ ഇവർ വേറൊരു ടീമായിട്ട് വാക്കേറ്റം നടന്നു. ഈ വാക്കേറ്റം നടന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവർ എന്താണ് ചേട്ടാന്ന് ചോദിച്ചു. ഇതാണ് സംഭവം. ചോദിച്ചത് മാത്രമേ ഉള്ളൂ, പിന്നെ ബോധമില്ല. ആ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റുമോ, ഒറ്റയിടിക്കാണ് താഴെ വീണ. ഷാഫിയാണോ ആദ്യം വീണത്? ഷാഫിയല്ല, ആദ്യം വീണത് ഈ സുനിൽകുമാറിൻ്റെ മോനാ പ്രവീൺ. അത് കഴിഞ്ഞിട്ട് വീണത് ഷാഫിയാണ്. മറ്റവനെ എണീറ്റിട്ട് ഓടാൻ നോക്കിയിട്ട് അവനെ വലിച്ചിട്ട് പിന്നെ അവനിക്കിട്ട് കൊടുക്കണം നിസാം എന്ന് പറഞ്ഞാൽ ഷർട്ട് ഊരുന്ന ഷർട്ട്, ആ ബ്ലാക്ക് ഷർട്ട്, അവനാണ് നിസാം. എന്താ പറയുക ആ ഇതിൽ എന്താ നമ്മൾ പറയുക? നമ്മുടെ കേരളം ഇങ്ങനെയാണോ? ഇത് കുറേ തൂഫാൻ ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല. പക്ഷെ കുറേ ഉദ്യോഗസ്ഥന്മാരും സഹകരിക്കണം. അതോടൊപ്പം ഞങ്ങളെപ്പോലത്തെ മാതാപിതാക്കളും സഹകരിക്കണം. സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ മക്കളെ നിലക്ക് നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതോടൊപ്പം ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ ഇവിടെ തന്നെ ആയാലും പോലീസ് ഉദ്യോഗസ്ഥരായാലും ആരായാലും തൂഫാനം കൊണ്ട് മാത്രം ഒരു കാര്യം നടക്കൂല. ഗുണ്ടകളെ അടിച്ചമർത്തണം. ഗുണ്ടകൾ മാത്രമല്ലല്ലോ, ഗുണ്ടകളെ നീ പിന്നെ സഹിക്കാം. ഇപ്പം മറ്റേ മരുന്നാണല്ലോ സഹിക്കാൻ പറ്റാത്ത. എല്ലാം ഉണ്ടല്ലോ, ഉപയോഗിക്കുന്നവൻ ഉപയോഗിക്കട്ടെ. പക്ഷെ അവൻ തകർക്കുന്ന ഒരു സമൂഹത്തെയാണ്, നമ്മുടെ നാട്ടിലെ യുവതലമുറയിലാണ് തകർക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതികരിക്കണം. നിങ്ങളെപ്പോലത്തെ മാധ്യമ പ്രവർത്തകരും. ഒരു പിതാവിൻ്റെ വേദനയാണ് അദ്ദേഹം പറഞ്ഞത്. മുഹമ്മദ് ഷാഫിയുടെ പിതാവാണ് സംസാരിച്ചത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രതികളെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുമെന്നാണ് തൃക്കാക്കര പോലീസ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.